കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ എല്ലാവരും ജോലിയും തുടങ്ങി. നിന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നുണ്ട്. ആദ്യം ഇവരെ ഇവിടെ നിന്ന് കെട്ടിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്കുള്ളത് തരാം. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? പോവാൻ. പോയില്ലെങ്കിൽ സാർ എന്ത് ചെയ്യും? പറ സാറേ, ജോലി സമയം കഴിയാതെ ഉഷ ചേച്ചി നിഷ ചേച്ചി ഇവിടുന്ന് പോവില്ല. സാർ എന്ത് ചെയ്യും? അറിയണോ നിനക്ക്? എന്നെ അനുസരിക്കാത്തവരെ ഈ കമ്പനിന്ന് ഞാൻ അടിച്ചിറക്കും. കാണണം നിനക്ക്? രഘു, ഈ രണ്ടിനെ അടിച്ചിറക്കടാ. തൊടുവോ നീ? ഉഷ ചേച്ചിയുടെ നിഷ ചേച്ചിയുടെ ദേഹത്ത് തൊടുവന്ന് അതിനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക്? ധൈര്യം ഉണ്ടെങ്കിൽ തൊടണം. ഇവിടെ ഉള്ളവരുടെ ദേഹത്ത് തൊടാൻ ഇവൻ ഒരാൾ പോരാ. പക്ഷെ ഇവൻ ഇവിടെ ചുരുട്ടിക്കൂട്ടിയിടാൻ ഞാൻ ഒരാൾ മതി. അത് മനസ്സിലാക്കിയിട്ട് വേണം കളിക്കാൻ. നീ എന്താ ഹീറോ കളിക്കാൻ? നിനക്ക് ഈ കരുണാകരനെ ശരിക്കും അറിയില്ല. സാറിന് ഈ പ്രിയനെയും ശരിക്കും അറിയില്ല. അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അറിയിക്കടാ നിന്റെ ഇവിടേക്ക്. വേണ്ട സാറേ, ആരെങ്കിലും വെല്ലുവിളിച്ച ആ വെല്ലുവിളി സ്വീകരിച്ച പ്രിയന് ശീലം. പക്ഷെ ഇത് ചന്തയല്ല, നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു സ്ഥാപനമാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് അന്നം നൽകുന്ന കമ്പനിയാണ്. ആ ഒരു ബോധം എനിക്കുള്ളതുകൊണ്ട് സാറിനോട് ഞാൻ ആളാവുന്നില്ല. എല്ലാരും അരമണിക്കൂർ നേരത്തെ വന്നു. എല്ലാരും കൂടെ സ്വരുക്കൂട്ടിയ പണം നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് കൊടുത്തു. അതിലെന്താണ് സാർ തെറ്റ്? ഞാൻ നിന്നോട് വഴക്കിന് വന്നിട്ടില്ല. നിന്നെ പുറത്താക്കുന്നു പറഞ്ഞിട്ടുമില്ല. എനിക്കിവിടെ തീരുമാനം എടുക്കാനേ നിന്റെ സമ്മതം ആവശ്യമില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള അധികാരം എനിക്കുണ്ട്.